റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് സ്ഥാപിക്കും. നിയമസേവന അതോറിറ്റി സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസിന്റെ നടപടി. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സാലി, വർദ്ധിച്ചു വരുന്ന ക്യാമ്പസുകളിലെ റാഗിംഗ് കേസുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. കോട്ടയം നഴ്സിംഗ് സ്കൂളിലെ റാഗിംഗ് ആയാലും അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ വാർത്തയാക്കുന്നതും ചർച്ചയാക്കുന്നതുമൊക്കെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണോ ഇത്തരത്തിലൊരു പൊതു താൽപര്യ ഹർജി, പ്രത്യേക ബെഞ്ചിന്റെ രൂപീകരണവും? അതായത് കെൽസ നിയമ സേവന അതോറിറ്റി കെൽസ ഒരു പൊതു താൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു. അതിൽ ആരോപിച്ചിരുന്നത് സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരം റാഗിംഗ് കേസുകൾ വരുന്നു. പക്ഷേ റാഗിംഗ് നിയന്ത്രിക്കാനോ അതിന്മേൽ തുടർ നടപടി സ്വീകരിക്കാനോ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നുള്ളതാണ് ഈ പൊതു താൽപര്യ ഹർജിയുടെ ആവശ്യം. അതാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇത് പരിഗണിച്ച് അതിനുശേഷം കോടതി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഇത്തരം കേസുകൾ പലതും ഹൈക്കോടതിയുടെ പല ബെഞ്ചുകളിലായി വരുന്നുണ്ട്, അതെല്ലാം കൂടി ഒരുമിച്ച് കേൾക്കുന്നതിന് വേണ്ടി ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ജഡ്ജിമാരാണ് ആ പ്രത്യേക ബെഞ്ചിൽ ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് തീരുമാനം ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞില്ല. അല്പസമയത്തിനും തന്നെ ഹൈക്കോടതി രജിസ്ട്രാർ അത് ഒരു വിജ്ഞാപനമായി പുറപ്പെടുവിക്കുകയാണ് സാധാരണ നടപടിക്രമം. അതനുസരിച്ച് ഏതൊക്കെ ജഡ്ജിമാരാകും ആ ബെഞ്ചിൽ ഉണ്ടാവുക എന്ന് അല്പസമയത്തിന് അറിയാം. ഏതായാലും 2 പേരടങ്ങുന്ന ഒരു ബെഞ്ചായിരിക്കും സാധാരണ ഇത്തരം സ്പെഷ്യൽ ബെഞ്ചുകളിലൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് 2 പേരടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി ഇനി ഹൈക്കോടതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അല്പസമയത്തിനകം തന്നെ ആരൊക്കെയാണ് ജഡ്ജിമാർ, എന്താണ് കേസ് ആദ്യം പരിഗണിക്കുക എന്നൊക്കെ അറിയാം. ഏതായാലും കോടതി ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത് നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ആ ബെഞ്ച് പരിഗണിക്കട്ടെ എന്നുള്ളതാണ്. ഏറ്റവും അടിയന്തരമായി ഈ ഹൈക്കോടതിയുടെ മുമ്പിലുള്ള ഒരു കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, കോട്ടയം നഴ്സിംഗ് കോളേജിലെ ആ റാഗിങ്ങുമായി ബന്ധപ്പെട്ട ആ കേസ് ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. ആ കേസ് ആയിരിക്കും ഒരു പക്ഷേ നാളെ ഈ പ്രത്യേക ബെഞ്ചിൻ്റെ മുമ്പിൽ വരിക എന്ന് നമുക്ക് അനുമാനിക്കാം. ഏതായാലും നാളെ തന്നെ ഇത് സിറ്റിംഗ് നടത്തി നാളെ തന്നെ ഈ പ്രത്യേക ബെഞ്ചിൻ്റെ നടപടികൾ ആരംഭിക്കട്ടെ എന്ന തീരുമാനമാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് സ്ഥാപിക്കും. നിയമസേവന അതോറിറ്റി സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസിന്റെ നടപടി. സംസ്ഥാനത്ത് അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത റാഗിംഗ് കേസുകളുടെ പശ്ചാത്തലത്തിലാണ് കോടതി പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് അടക്കമുള്ള നിരവധി കേസുകൾ ഹർജിയായി ഹൈക്കോടതിയുടെ വിവിധ ബെഞ്ചുകളിലും വിവിധ കോടതികളിലുമായി കിടക്കുന്നു. അതിനാലാണ് ഇത്തരത്തിലൊരു ബെഞ്ച് രൂപീകരണത്തിലേക്ക് ഹൈക്കോടതി കടക്കുന്നത്. നാളെ തന്നെ ആ ബെഞ്ച് രൂപീകരിച്ച് സിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.